ഈ കേക്ക് എനിക്ക് തന്നത് അയച്ചത് സനൽ എന്ന ആളാണ്. സനൽ, ഷജാദ്, നിതീഷ്, റോഹിത്, ട്രബിൾ ഇവരെല്ലാം ചേർന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മളിന്ന് അല്ലേ കുവൈറ്റിൽ നിന്ന് സനൽ അയച്ചതാണ്. കുവൈറ്റിൽ നിന്നോ? സനൽ എന്ന ആളാണ്. അങ്ങനെ നമുക്ക് മാറ്റിക്കണം. ഇത് ഇവിടെ വെക്കട്ടെ. ഓക്കെ, പറയണോ? പറയട്ടെ. അത് ഒരു മിനിറ്റ്. അപ്പം എന്തായാലും നമുക്ക് ഇത്രയും പേര് പത്തനംതിട്ടയിൽ നിന്ന് വരെ ആൾക്കാർ എത്തിയിട്ടുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വന്ന ആരാളെ നമ്മുടെ അല്ലേ? ഈ തിരുവനന്തപുരത്ത് നിന്ന് ആറാട്ടണ്ണനെ സ്നേഹിച്ച ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഈ ശുഭമുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആറാട്ടണ്ണന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ അലൻ, നമ്മളെല്ലാവരുടെ കൂടി ഒരു കൂട്ടായ്മയിലാണ് ഈ പരിപാടി ചെയ്തത്. എന്തായാലും രണ്ട് വാക്ക് പ്രേക്ഷകർക്ക് വേണ്ടി, ഇത്രയും ദൂരെ നിന്ന് ആൾക്കാർ വന്നു, അപ്പോൾ താങ്കളുടെ വായിൽ നിന്ന് കേൾക്കാനുള്ള ആ വാക്കുകൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. രണ്ട് വാക്ക്. ഇന്ന് എനിക്ക് 38 ഇയേഴ്സ് ആവുകയാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഫാദറിനെ ഓർക്കുന്നു. പുള്ളി മരിച്ചിട്ട് 2 വർഷമായി. ഇനി അങ്ങനത്തെ എല്ലാവരും ബഹുമാനിച്ചൊരു വ്യക്തിയാണ് എൻ്റെ ഫാദർ. അതുപോലെ ആവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇനി വേണ്ടാത്ത നെഗറ്റീവ് വീഡിയോസ് ഇടുന്നത് കുറയ്ക്കാൻ പോവാണ്, ഇല്ലാതാക്കാൻ പോവാണ്. ഇപ്പം എൻ്റെ ഫാദറിനെ ഓർക്കുന്നു ഈ സാഹചര്യത്തിൽ. പുള്ളി എൻ്റെ ഫാദർ ഏറ്റവും സന്തോഷിച്ച ദിവസമാണ്. അലൻ രണ്ട് വാക്ക് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം നല്ലൊരു പിറന്നാൾ ആഘോഷിക്കാൻ പറ്റി. ഇനിയും നല്ല നല്ല പോയിന്റ്സ് പറയണം. ആരെയും കുറ്റം പറയാനില്ല. ലാലേട്ടന്റെ മമ്മൂക്കൊക്കെ ജീവിച്ചു നോക്കോട്ടെ. ആരും കുറ്റം പറയില്ല. ഇനി ആരും കുറ്റം പറയാനില്ല. ഞാൻ അപ്പത്തെ പറഞ്ഞ കാര്യങ്ങൾ വരെ ഭയങ്കര വിവാദമായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈറലാവണ പ്ലാൻ ചെയ്ത ആളാണ്. നിങ്ങൾ എന്ത് ആഗ്രഹിച്ചു അത് നേടി സമ്മതിച്ചു കൊടുക്കണം. അബദ്ധത്തെ സംഭവിച്ചു പോണതാ. പക്ഷെ ഇങ്ങനെ എന്തൊരു ലക്ഷ്യം ഇട്ടോ അത് നേട്ടു. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഷോർട്ട് ഫിലിം, സിനിമ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? 3 ഫിലിമും 7 ഷോർട്ട് ഫിലിമും അഭിനയിച്ചു. 3 സിനിമ, ഒരു മൂവി ഞാൻ പിന്മാറി ബച്ചോക്കിയെന്ന് ഞാനും ചെയ്തിരുന്നു. നല്ലൊരു സംഭവം. ഓണത്തിന് റിലീസാണ്. ഇനി എന്തായാലും ആരും കുറ്റം പറയുന്നില്ല, നെഗറ്റീവായിട്ടും പറയുന്നില്ല. എല്ലാവരും കുറച്ച് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ. ഈ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഫാദറിനെ ഓർമ്മ. കല്യാണത്തെ പറ്റി എന്താ പ്ലാൻ ഇല്ല. ഇനി അങ്ങനത്തെ പ്ലാനൊന്നും ഇല്ല. ഇനി ക്രഷ് ഇല്ല. അങ്ങനെ നെഗറ്റീവ് വീഡിയോസ് നിർത്തുക. മടുത്തു. ഇനി നെഗറ്റീവ് വീഡിയോസ് ഇല്ല. ഇന്റർവ്യൂ റീച്ച് പോയാലും കുഴപ്പമില്ല. നെഗറ്റീവ് വീഡിയോസ് ഇല്ല. ഇന്റർവ്യൂ കുറവാണ്. മീഡിയ ആണ് എന്നെ വൈറലാക്കിയത്. അത് നന്ദിയുണ്ട്. കുറച്ച് ദിവസമായിട്ട് ഇന്റർവ്യൂലൊന്നും കാണുന്നില്ല. എന്ത് പറ്റി? നിങ്ങളുടെ ടൈമല്ലേ ഇപ്പൊ പെരേരയുടെയും കിംബോയുടെയും സമയം. ഡാൻസ്, പാട്ട്. പെരേര ആരെയും കുറിച്ച് കുറ്റം പറയാറില്ല. അതേപോലെ ഞാനും കുറ്റം പറയുന്നില്ല. ട്രിവാൻഡ്രാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വന്നതാണ്. അത്രയ്ക്കും വ്യക്തി പ്രഭാവമുള്ള ഒരു മനുഷ്യനാണ് ശ്രീ ആറാട്ടണ്ണൻ. എനിക്കെൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്, ഒരു സഹോദരനെ പോലെയാണ്. ഇനിയുള്ള തലമുറകൾക്ക് ഇത് ഒരു ഇൻസ്പിറേഷനാണ്. ഇദ്ദേഹത്തിന് ഇനിയും തുടർന്നും റിവ്യൂകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ. ഈ സമയത്ത് എന്താ പറയാനുള്ളത്? ഞാൻ വൈറലായിരുന്നു, നിങ്ങൾ വൈറലായിരുന്നു. നമ്മൾ രണ്ടുപേരും വൈറലാകാൻ കാരണം ഞാൻ ആറാട്ടിൽ വൈറലായി. എന്റെ ആദ്യത്തെ വീഡിയോ കണ്ടപ്പോ എന്ത് തോന്നി? ശരി തോന്നിയോ? എനിക്ക് ആ സമയത്ത് ശരി തോന്നി. പിന്നീട് കണ്ട് അപ്പൊ വൈറൽ പ്രശസ്തി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തു ഇതേപോലെ ആവണം. ഒരു വർഷം പ്ലാൻ ചെയ്തു. പിന്നീടാണ് നമ്മുടെ മറ്റേ ക്രിസ്റ്റഫർ പടത്തിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലും പോയി ചെയ്യുകയും ചെയ്തു. 2 ബിയോണിന്റെ പടമാണ്. 2 പടത്തിൽ ചെയ്യുകയും ചെയ്തു, പ്ലാൻ ചെയ്തു, ഒന്ന് പറയുകയും ചെയ്തു. ഓൾബ്രൈറ്റ് നല്ല കഴിവുള്ള ആക്ടറാണ്. സഹോദരനെ പോലെയാണ്. അഭിലാഷ് വന്നില്ലേ? അഭിലാഷ് ചേട്ടൻ എന്തോ കച്ചേരിക്ക് പോയി. നാടൻ പാടുന്ന കച്ചേരി. എന്നെ വിളിച്ച ഞാൻ പോയി. നന്നായി. ശരിയാ. അപ്പൊ എല്ലാ മീഡിയക്കാർക്കും എല്ലാ മീഡിയക്കാർക്കും താങ്ക്സ്. മീഡിയക്കാരാണ് എന്നെ വൈറലാക്കിയത്. പാട്ടാ ഞാൻ പാടാനും ഡാൻസ് കളിക്കാനും. 2 പാട്ട് ആറാട്ടണ്ണനെ കുറിച്ച് പെട്ടെന്ന് ദിലീപന്റെ കൂട്ടുകാരൻ. ഒരു കാര്യം പറയണ്ട,
ഈ നാദിർഷാണ് എൻ്റെ ഫാദറിന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. പുള്ളി എനിക്കറിയാം. ഓക്കെ പറഞ്ഞു. ചെറിയ രീതിയിൽ പണിയുള്ളൂ, അധികം വലുപ്പമല്ല. ചെറിയ ചെറിയ പുറത്തു വേണം, പുറത്തു വേണം, പുറത്തു പുറത്തോട്ട് പുറത്തേക്ക് വേണ്ട, ഇവിടെ മതിയെന്നേ. അവര് പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ തന്നെ. പിന്നെ അത് ക്ലാഷ് ആവും. പിന്നെ പുറത്തിറങ്ങി കൂടെ ചെയ്യാം. പോട്ടെ, റെഡി. റെഡി, 1 2 3 സ്റ്റാർട്ട്. ജന്മദിനമാ ജന്മദിനമാ ആറാട്ടണ്ണൻ സന്തോഷിക്ക് പിറന്നാളെ ആശംസ. ലാലേട്ടൻ പടത്തിലൂടെ പ്രശസ്തനായ റിവ്യൂവറടാ, ഫിലോസഫറടാ, ആങ്കറടാ, നമ്മുടെ ആറാട്ടണ്ണന് പിറന്നാൾ ആശംസ. ഇതെങ്ങനെയാണ് നിമിഷ കവി നേരത്തെ എഴുതി വെച്ചത്? ഇത് അമ്പാടി ഡയറക്ടറാണ്. പോലെ ചെയ്യാൻ നോക്കിയത്. ഇത് അമ്പാടി ഡയറക്ടർ. പുള്ളിയുടെ അടുത്ത സിനിമയിൽ നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട് എനിക്ക്. ഏതായാലും ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ സംസാരിച്ചു, നമ്മുടെ കഥ സംസാരിച്ച് ലുലു ഇരുന്ന് ആൾക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത പടത്തിൽ നല്ലൊരു വേഷം ഇങ്ങേർക്ക് റോൾ കൊടുക്കണം. ഇങ്ങേർക്ക് ഉറപ്പായിട്ടും. എന്തായാലും അടുത്ത പടത്തിൽ നമ്മൾ ഒന്നിച്ചുണ്ടാവും. പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു വേഷം. നമുക്ക് നല്ലൊരു കലാകാരനാണ്. ഇത് എന്നോട് വിളിച്ചപ്പോ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു ഒരാള് വരും, ആൾക്ക് എന്തെങ്കിലും കൊടുക്കണം. പക്ഷെ ഫേസ് കണ്ടു കഴിഞ്ഞപ്പോ ഓക്കെ ആണെന്ന് സംശയമില്ല. എന്തായാലും ഈ കൂട്ടായ്മ ഞാൻ ഏറ്റവും അംഗീകരിക്കുന്നത് ഈ വ്യക്തി ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ വരെ അദ്ദേഹത്തിന് സ്നേഹിച്ചു വരുന്നു. പത്തനംതിട്ടക്കാരനെ ഇവിടെ വാടാ ഇവിടെ തരുമോ? പത്തനംതിട്ടക്കാരനെ ഇവിടെ ഓക്കെ. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു ചേർന്ന് അതൊരു വലിയൊരു അല്ലേ ഒരു ആഘോഷത്തിന്റെ ഭാഗമാണ്. എന്തായാലും അടുത്ത വർഷം ഇതിൽ കൂടുതൽ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ആരാണ്ടൊക്കെ വിളിക്കാം. വന്നോളൂ. കേക്കൊണ്ട് തീർന്നിട്ടില്ല. ഓക്കെ. നമ്മുടെ മീഡിയക്കാർ മുഴുവൻ ഉണ്ടോടാ? ഞാൻ ഉണ്ടാവും. ലൈവ് ടി വി കേട്ടോ. ചേട്ടാ ഒറ്റത് കൃഷ്ണന്റെ അലൻ പറഞ്ഞൊരു പോയിന്റ് കറക്റ്റ് ആണ്. ഇനിയെങ്കിലും ആറാട്ടണ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയും, ആലോചിച്ച് സംസാരിക്കുക. കാരണം ബാലനെ പറ്റി പറയുമ്പോൾ സൂക്ഷിക്കണം. ആരെയും കുറിച്ച് കുറ്റം പറയുന്നില്ല. ടൊവിനോനെ പറ്റി നാളെ കുറ്റം പറഞ്ഞു പഴയ പ്രശ്നം കൊണ്ടുവരില്ലേ, പഴയ കാര്യം കൊണ്ടുവരില്ലേ, എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പുതിയൊരു ജീവിതത്തിലേക്ക് കാല് വെച്ച് തുടങ്ങിയാണ്. ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നെഗറ്റീവായിട്ടും പറയുന്നില്ല. മനുഷ്യ ഇത് ഞാനിവിടെ ഒന്ന് പറയാ, നാളെ എന്നെ ട്രോളല്ലേ ഇത്, നിങ്ങള് പറഞ്ഞല്ലേ ഹലോ. അത് വേറെ അത് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ശിവദാസൻ ചേട്ടൻ ഓട്ടോ അണ്ണൻ ഇവിടെ എന്റെ സിനിമയില് ഹലോ ശിവദാസ് ചേട്ടൻ എന്റെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. ഓട്ടോ അണ്ണൻ എന്നെക്കാട്ട് മുമ്പ് റിവ്യൂ എടുത്തിട്ട ആളാണ്. ഒന്നുമില്ല, എന്നെക്കാട്ട് കൂടെ സിനിമകൾ കണ്ടിട്ടുള്ള ആളാണ്. എന്നെക്കാട്ട് മുമ്പ് റിവ്യൂ എടുത്ത ആളാണ്. ഏറ്റവും കൂടുതൽ പ്രായമുള്ള റിവ്യൂവറാ. അല്ല മനസ്സുകൊണ്ട് ഇല്ല, റെക്കോർഡ് നമ്പർ സിനിമ കണ്ട ആളാണ്. ഓക്കെ. ഓട്ടോ അണ്ണൻ ആയുഷ്മാൻ ബാബ. ഞാൻ അങ്ങോട്ട് പറയട്ടെ, 8 വയസ്സ് എന്തോ പ്രശ്നമൊക്കെ സംഭവിച്ചല്ലോ. 8 വയസ്സ് കൂട്ടി 78 വയസ്സാക്കിയല്ലോ. 7 വയസ്സുള്ളതിനെ 78 വയസ്സാക്കി. അതില് നിങ്ങള് നമ്മുടെ കാര്യങ്ങളെല്ലാം പക്കയാണ്. അത് പുള്ളിയും കൂടെ നമ്മുടെ കൂടെ ചേർത്ത്, പിന്നെ നമ്മുടെ ചേർത്ത് രണ്ടുപേര് ഇവനെയും കൂടെ ചേർത്ത് 3 പേരെ നമ്മുടെ സിനിമയിലേക്ക് ആഡ് ചെയ്തു. നല്ല കാര്യമല്ല. പിന്നെ പുള്ളി ഇതിനകത്തൊരു സിഗിയും കൊണ്ട് വരുന്ന ഒരാളുടെ വേഷമാണ് ചേട്ടൻ എന്റെ നമ്മൾ അടുത്ത മാസം 25-ാം തീയതി ഫുഡിന്റെ ടൈം ആയിട്ടാ. നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കുകയാണ്. കട്ടൽ നേരത്തെ ചെയ്തു.
ശിവദാസൻ ചേട്ടൻ കൈമാറുകയാണ്. ശിവദാസൻ ചേട്ടൻ ഓക്കെ, അടുത്ത ഉണ്ണികൃഷ്ണൻ ഫ്രണ്ടിലേക്ക് ഒരു ഉണ്ണികൃഷ്ണന്റെ കൂട്ടുകാരാണ്. അഭിലാഷ് ചേട്ടാ തുടങ്ങി കഴിഞ്ഞല്ലോ. എവിടെ ചേട്ടാ? ഇല്ലില്ല പെട്ടെന്ന്. അടുത്തത് റസാഖ് പട്ടാഞ്ചേരി, തലതെറിച്ചവന്റെ ഡയറക്ടർ. തലതെറിച്ചവന്റെ ആണ് നല്ലൊരു കലാകാരൻ, നല്ലൊരു മനുഷ്യനും, തിരിച്ചു പൊളിച്ചു കൊടുക്കും. നല്ലൊരു കലാകാരനും കട്ടി 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 ഞാൻ ഒരുമിച്ച് മോത്ത് അയച്ചു കൊടുക്കും. നല്ലൊരു കലാകാരനും നല്ലൊരു മനുഷ്യനും. ഡയറക്ടറാണ്. അപ്പൊ ഇനി ഒരു വാർത്ത പറയുന്നു, തലതെറിച്ചൊരു 8ാം ഭാഗം ഡയറക്ടർ ചെയ്യാൻ പോകുന്നു. അതെ, ഫുഡ് കൊടുക്കാം. ഒരു മിനിറ്റ്, ഇവൻ രണ്ടുപേരും വയറിലാകാൻ വേണ്ടി കേട്ടോ. അല്ലേ? വയറിലാകട്ടെ. അപ്പോ തിരുവനന്തപുരം പാടുന്നു. രണ്ടുപേരല്ലേ ഉള്ളൂ. ആ ഓക്കെ, റെഡി. ഉലകത്തെ കാട്ടു പുതുവിടം പുതുമേഘം തേടിപ്പോമേ പിടിത്തതെ വാങ്ക சொல்லு வெளுப்பதை நீங்க சொல்லு புது வெள்ளம் புதுவாவு நீந்தி பார்ப்போமே இருவரில் பகலிரவு ஒரு வெயில் ஒரு நினைவு தெரிந்தது தெரியாதது பார்க்க போமே உலகென்னும் பரமபதம் விழுந்த பின் உயர்வு வரும் நினைத்தது நினையாதது சேர்க்க போமே ஒரு வெள்ளி கொலுசு போல இந்த பூமி சினுங்கும் கீழே அணியாத வைரம் போல அந்த வானம் மினுங்கும் மேலே ஒரு வெள்ளி கொலுசு போல இந்த பூமி சினுங்கும் கீழே അണിയാത വൈരം പോലെ ഇന്ദനാനും മിനുങ്ങും മേലെ. കഴിഞ്ഞോ? ഇനി അടുത്ത തവണ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ രണ്ടുപേരും പാടുന്നത് പറയാം. എന്റെ പാട്ടെന്ന് വെച്ചാൽ ഞാൻ പാട്ട് എന്നെ ഉപേക്ഷിച്ച ഒരാളാണ്. ഞാൻ പാട്ടിനെ ഉപേക്ഷിച്ചില്ല, എങ്കിലും ഞാൻ എന്റെ ശബ്ദത്തില് പോകരുത്. പാട്ടും പാരും കെട്ടും ഞാൻ പണ്ടേ മറന്നേ, ഞാൻ പണ്ടേ കളഞ്ഞേ. പാട്ടും പാരും കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യടി ചെയ്യേ. ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്നാൽ നാടിന്റെ നട്ടല് പൊട്ടി നമ്മൾ ചാകും. ചാകാണ്ടിരിക്കാനെങ്കിലും പാടരുതേ. പാട്ടും പാരും കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ. താങ്ക് യു. അടുത്ത നമ്മുടെ ബ്രൈറ്റ്, അലിയേട്ടന്റെ ഡാൻസിന്റെ ഡയറക്ടർ ബ്രൈറ്റ് ഒരു പാട്ട് പാടും. ചെറിയ രണ്ടുപേരും മെലഡി വേണോ അതോ അടിച്ചുപൊളി? ഒരു മെലഡിയും ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു സിനിമാറ്റിക് പാട്ട്. മീഡിയാസ് റിപ്പോർട്ടിംഗ് പാടാന്ന് അറിയത്തില്ല, ചുമ്മാ പാടാം. അനസ് മീഡിയ ഉണ്ട്, മാപ്റ്റിക് ഉണ്ട്. വെണ്ണിലാവോലും നിനക്കിന്നെരിയും വേനലായി വർണ്ണരാജിമീട്ടും വസന്തം വർഷശോകമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി നിന്റെ ആർദ്രഹൃദയം തൂവൽ ചില്ലുടഞ്ഞ പടമായി മനസ്സിൽ മെനഞ്ഞ മഴവില്ലുമായ്ക്കുമൊരു പാവം തൂവൽ കിളിയായി നീ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ
മിഴിനീരിൽ ശ്രുതി അപ്പൊ ഇനി അടുത്ത നമ്മുടെ തലതെറിച്ചവന്റെ ഡയറക്ടർ ആയിട്ടുള്ള റസാഖ് പട്ടാഞ്ചേരി ഒരു പാട്ട് പിടിച്ചാ മതി എനിക്ക് ഫ്രീ ഞാൻ പാട്ടൊന്നും പാടുന്നില്ല. ഈ ഒരു ദിനത്തില്, സന്തോഷകരമായിട്ടുള്ള ഒരു ദിനത്തില് അണ്ണന് ഇനിയും ആയുസ്സും ആരോഗ്യവും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതേപോലെ തന്നെ റിവ്യൂ മേഖലയിൽ തിളങ്ങുന്ന ഒരു പൊൻതാരം തന്നെയാണ് നമ്മുടെ അണ്ണൻ സന്തോഷ് വർക്കി എന്ന ആറാട്ടണ്ണൻ. ഇപ്പോൾ അധികം വിവാദങ്ങളിൽ ചാടാതെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം റിവ്യൂ മേഖലയിൽ ഇനിയും നിലനിൽക്കട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ കോമാളി എന്നുള്ള രീതിയിൽ ആരും കാണില്ലെന്ന് തന്നെ അറിയാം, കുറച്ച് ഇതിൽ ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ നല്ല അറിവുള്ള ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്, ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്നത്. അതിനോട് ഒരു ഉദാഹരണമാണ്. അതെ, അതിനുള്ളൊരു ഉദാഹരണമാണ് ഈ ഒരു ജന്മദിനം. അദ്ദേഹം എത്രയും പേരെ, ഞങ്ങളെ പോലുള്ളവരെയൊക്കെ വിളിച്ച് ആഘോഷിച്ചത്. അപ്പോൾ അതിന് അദ്ദേഹത്തോട് നന്ദി അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇനിയും ആയുസ്സാരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു കലാകാരനും നല്ലൊരു മനുഷ്യനുമാണ്. കൺക്ലൂഡ് ചെയ്യാം, ഇനി നെഗറ്റീവ് വീഡിയോസ് കൊടുക്കുന്നില്ല, ആരെയും കുറിച്ച് കുറ്റം പറയുന്നില്ല, ഇനി ആരെയും കുറ്റം പറയുന്നില്ല. പിന്നെ അവസാനമായിട്ട് റിവ്യൂലുണ്ടോ? ഇന്ത്യൻ ടൂവിൽ കാണാൻ വരും. കമലഹാസന്റെ നല്ലൊരു സിനിമ. ഭക്ഷണത്തിലേക്ക് കയറാം. അതിന് മുമ്പ് അവസാനമായിട്ട് ഈ സാഹചര്യത്തിൽ മരിച്ചുപോയ എന്റെ ഫാദറിനെ ഓർക്കും. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഫുഡിലേക്ക് കയറാം. ഓട്ടോ അണ്ണൻ ഓക്കെ ഓക്കെ അല്ലേ? മീരാനിലില്ല, ആങ്കർ മീരാനിലില്ലേ? ഓ കൈ കഴുകിയിട്ട് ഇവിടെ ഇരിക്കും. എടാ വിമല കസേര അറേഞ്ച് ചെയ്യും. ഒരു മിനിറ്റ് പോലെ കൈ താഴെ ബാക്കിയുള്ള അവറ്റോ റെഡി എടുത്തല്ലേ? ആ കൈ ഫുഡിലേക്ക് കയറാം. ഫുഡിലേക്ക് കയറാം.